യുവാക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക, ദി റൈറ്റ് ഏജ് ടു ഗെറ്റ് മാരീഡ് ഇൻ യുവർ ലൈഫ് ഈസ് 24 മാക്സിമം. ഒരു പെൺകുട്ടി 24 വയസ്സ് കഴിഞ്ഞ് പോകരുത്, ഒരു ആൺകുട്ടി 25-26 വയസ്സ് കഴിഞ്ഞ് പോകരുത്. അപ്പോൾ നിങ്ങൾ പറയും ജോലിയില്ല, വരുമാനമില്ല, സെറ്റിലായിട്ടില്ല. ജോലിയും സമ്പത്ത് ദൈവമാണ് തരുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോൾ നമ്മുടെ ആ പദ്ധതിക്ക് വേണ്ട കാര്യങ്ങൾ ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ഭക്ഷിക്കുന്നതിനെക്കുറിച്ചോ, എന്ത് പാനം ചെയ്യുന്നതിനെക്കുറിച്ചോ, ജീവനെക്കുറിച്ചോ, ശരീരത്തെക്കുറിച്ചോ, എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടണ്ട. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. നിങ്ങളെ വിവാഹത്തിലേക്ക് നിങ്ങളെ ജനിപ്പിച്ചവന് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് അറിയുന്നവന് നിങ്ങളെ ജനിപ്പിച്ചത് ആ ദൈവമാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഈ പ്രായമാകുമ്പോൾ നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കണം. എന്ന് വെച്ചാൽ ഉഴപ്പി നടക്കുന്നവരെല്ലാം കല്യാണം കഴിക്കണമെന്നല്ല പറയണം, തോന്നിയാസം കളിച്ച് നടക്കുന്നില്ല. അതായത് ജീവിതത്തിലെ ഈ കർത്താവിൻ്റെ ഉത്തരവാദിത്വ ദൈവഹിതം ജീവിക്കുന്ന മക്കള് നിങ്ങൾ ആ സമയത്ത് ഒരു ജോലിയിലേക്കൊക്കെ ആവും. അപ്പം ജോലിയൊക്കെ വളരെ കുറയും. എൻ്റെ ആദ്യത്തെ ശമ്പളം 1200 രൂപയായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിച്ചുള്ള ആദ്യത്തെ ശമ്പളം. മനസ്സിലാവുന്നുണ്ടോ? അതിന് മുമ്പ് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, നിർത്തേണ്ടി വന്നു. പക്ഷെ കല്യാണം കഴിക്കാൻ തൊഴിലില്ലാതെയാണ് കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം ആദ്യത്തെ കൊച്ചു ഗർഭിണി ആയപ്പോഴാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. ഒരു ജോലി എടുക്കേണ്ട ആവശ്യം, ജോലി ചെയ്യണം. പക്ഷെ ആദ്യത്തെ ശമ്പളം 1200 രൂപയാണ്. ഈ 1200 രൂപയിൽ 120 രൂപ ദശാംശം കൊടുക്കുമായിരുന്നു. ആ കൊടുത്തിരുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന 2 രീതിയിലാണ്. അപ്പോൾ ഒന്ന്, നമ്മൾ ഈ ഉത്ഭവ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളുടെ ഫാക്കൽറ്റീസ് എല്ലാം മാറും. നമ്മൾ അതിസ്വാഭാവിക ബുദ്ധിയുള്ളവരായിട്ട് മാറും, കഴിവുള്ളവരായിട്ട് മാറും. ഇന്ന് ഒരു കാലത്ത് പൊട്ടനും മണ്ടനും വിവരമില്ലാത്ത എന്തൊക്കെ എന്നെ വിളിക്കാമെന്നറിയോ? ഒരു കാലത്ത് അങ്ങനെയായിരുന്നു, യൂസ്ലെസ് തന്നെയായിരുന്നു. പക്ഷേ എവർ സിൻസ് ഐ മീൻ റിസ്റ്റോർഡ് ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയതിന് ശേഷം നമ്മളുടെ ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച യേശു നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സമ്മാനമുണ്ട്. എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. The creative genius of this universe. അവനാണ് ഈ പ്രപഞ്ചം മുഴുവൻ സംവിധാനം. ഈ ആത്മാവിനാണ് യേശു നമുക്ക് തരുന്നത്. ഈ ആത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് നിറഞ്ഞ 2ാം ക്ലാസ് പാസ്സാകാത്ത 4 പൊട്ടന്മാർ എഴുതിയ പുസ്തകമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ വായിക്കുന്ന പുസ്തകം. എന്താ കാരണം? പരിശുദ്ധാത്മാവ് അവരോട് പ്രവർത്തിക്കുകയാണ്. ഈ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കപ്പാസിറ്റീസും മാറും, അതിസ്വാഭാവികമായ രീതിയിൽ മാറിയിരിക്കും. നിനക്ക് വിദ്യാഭ്യാസമല്ല, കുഴപ്പമില്ല, ബേസിക് ക്വാളിഫിക്കേഷൻ മതി. നിനക്ക് വലിയ കഴിവിൻ്റെ ആവശ്യമില്ല, നിനക്ക് വലിയ സൗന്ദര്യത്തിൻ്റെ ആവശ്യമില്ല, നിനക്ക് സ്വാഭാവികമായ കപ്പാസിറ്റി ഒന്നും ആവശ്യമില്ല. കാരണം നിനക്ക് എല്ലാ സാധനങ്ങളും ആര് തരും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ അതീവ ജ്ഞാനമുള്ളവനായി മാറും, ബുദ്ധിയുള്ളവനായി മാറും, ആത്മശക്തിയുള്ളവനായി മാറും, വിവേകമുള്ളവനായി നീ മാറും, ദൈവഭക്തിയുള്ളവനായി മാറും, നീ ദൈവഭയമുള്ളവനായി നീ മാറും, നീ സ്നേഹമുള്ളവനായി മാറും, ക്ഷമയുള്ളവനായി മാറും, നീ ആത്മസമയമുള്ളവനായി മാറും, ദയയുള്ളവനായി മാറും, സമാധാനമുള്ളവനായി മാറും, നന്മയുള്ളവനായി മാറും, വിശ്വസ്തനായി നീ മാറും. ഇങ്ങനെയെല്ലാം ക്വാളിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ലോകത്തിൽ ആർക്കും നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇതുകൂടാതെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പറഞ്ഞു? എസ്ക്യൂ, ജ്ഞാനത്തിന്റെ വരം, അറിവിന്റെ വരം. നിങ്ങൾ ഈ കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന കിട്ടുന്ന അറിവിന്റെ വരമാണ്. നിങ്ങളുടെ പഴയ കാര്യങ്ങളും ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യം പരിശുദ്ധാത്മ വെളിപ്പെടുത്തും. നിങ്ങളൊരു ബിസിനസ് നടത്തുമ്പോൾ ഈ ബിസിനസ് ഭാവിയിൽ എന്ത് സംഭവിക്കുന്നത് പരിശുദ്ധാത്മ പറഞ്ഞു തരും. ഇതാണ് അറിവിന്റെ വരം എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ വരം, എന്ത് നന്മതിന്മകളെ തിരിച്ചറിയുന്ന കഴിവാണ് ജ്ഞാനം. അതിലെ തിന്മയെ നീക്കം ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് പറയുന്നവരാണ് ജ്ഞാനത്തിന്റെ വരം. ഈ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സമ്പത്ത് നേടിത്തരുന്നതിന്റെ മാനദണ്ഡം എന്താന്ന് പറയാമോ? വാട്ട് ഡിസൈഡ്സ് യുവർ വെൽത്ത്? വരുമാനത്തിന്റെ മാനദണ്ഡം, അളവ് നിശ്ചയിക്കുന്ന മാനദണ്ഡം എന്താണ്? കുറച്ച് ഓപ്ഷൻ തരാം. വിദ്യാഭ്യാസം, എക്സ്പീരിയൻസ്, ഹാർഡ് വർക്ക്, കഴിവുകൾ, അപ്പൻ്റെ അമ്മയുടെ ബാങ്ക് ബാലൻസ്, ക്യാപിറ്റൽ വർക്ക്, ഇതുള്ളവർ. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ വരുമാനത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്ന ഘടകം? ആർക്ക് വേണേലും പറയാം. 1 മിനിറ്റേ ഉള്ളൂ, പറയാവോ? നമ്മളോട് ഈ ലോകം പറയാണ്, പഠിക്കടാ, കഠിനാധ്വാനം ചെയ്യടാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മളൊക്കെ മാട് പണിയെടുക്കുന്ന നമ്മുടെ പിള്ളേർ. രാവിലെ 11 മണി തൊട്ട്. ഇന്ന് രാവിലെ ഞാൻ അടുത്തോട് ചോദിച്ചു, ആപ്പ് ഓണാക്കാൻ ഒരു സിറിൽ വന്നു. മൈക്രോസോഫ്റ്റ് ഇൻഫോസിസ് ഏതെങ്കിലും ഒരു സ്ഥലം വർക്ക് ചെയ്യുക. എങ്ങനെയുണ്ട് ചെയ്യണം, പണി എങ്ങനെയുണ്ട്? ഞങ്ങളെ 2 മണി തൊട്ട് 9 മണി വരെ എന്നാണ് ജോലിക്ക് കയറിയപ്പോൾ പറഞ്ഞ ടൈം. ഇപ്പം രാവിലെ 11 മണി, രാത്രി 11 മണി വരെയാണ് പണി.
മനസ്സിലായില്ലേ? ഇതിന് പറയുന്ന പേരാണ് അടിമ വേല. അപ്പോ നമ്മൾ ഈ പണിയെടുത്തിട്ടല്ല നമുക്ക് സമ്പത്ത് കിട്ടുന്നത്, കഠിന പ്രയത്നം കൊണ്ടല്ല. സമ്പത്ത് സമ്പാദിക്കുന്ന വഴി ഈ ലോകത്തിലുള്ള ദൈവമക്കളുടെ, മനുഷ്യരുടെ പ്രശ്നങ്ങൾ, പലവിധ പ്രശ്നങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഈ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വരുമാനം കിട്ടുന്നത്. ലോകത്തിലെ ഏറ്റവും വരുമാനമുള്ള സംവിധാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ദ റിച്ചസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ്, കാത്തലിക് ചർച്ച്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സംവിധാനം ഏതാണെന്നറിയാവോ? നോട്ട് റിലയൻസ്, നോട്ട് ടാറ്റ ക്യാപിറ്റൽസ്, കാത്തലിക് ചർച്ചാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന പ്രസ്ഥാനം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഇന്ത്യയിൽ കാത്തലിക് ചർച്ചാണ്. അതറിയണം. ഈ സഭയ്ക്ക് എങ്ങനെ ഇത്തരം പണം വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? സഭാ മക്കൾ എന്താ പിച്ചപാത്രം ഇട്ട് നടക്കുന്നത്? ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾ ഞായറാഴ്ച കൊടുക്കുന്ന പൈസ ഉണ്ടാ ഉണ്ടംപരി. നിങ്ങൾ കൊടുക്കുന്നത് നമുക്കറിഞ്ഞൂടെ. കീറിയ നോട്ടും തുരുമിച്ച പൈസ കൊടുക്കത്തുള്ളൂ. ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും മഞ്ഞം പിടിച്ചേ കൊടുക്കുകയുള്ളൂ. സഭയുടെ വരുമാനം നമ്മൾ കൊടുക്കുന്ന ഞായറാഴ്ച പിരിവൊന്നുമല്ല. അതുണ്ട്, അത് കൊടുക്കണം നമ്മൾ. സഭയുടെ വരുമാനം സഭ ലോകത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാരുണ്യ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ മൗതിക ശരീരം കൊടുക്കുന്ന ശുശ്രൂഷ. മനസ്സിലായോ? സോൾവ് ദ പ്രോബ്ലംസ് ഇൻ ദ വേൾഡ്, ദാറ്റ് ഈസ് യുവർ കോൾ. ഇന്ന് അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയെങ്കിൽ ഇപ്പൊ ചെറിയ ബിസിനസ് പോലെയായി, അത് വേറെ കാര്യം. അതിനോട് പറഞ്ഞില്ലേ ശരിയാവത്തില്ല. തുടങ്ങിയതിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തുള്ള ചാവറ പിതാവ് സ്കൂൾ തുടങ്ങിയതിനാ? വിദ്യാഭ്യാസം ഇല്ലായ്മ നമ്മുടെ കേരള സഭയിലെ ഒരു വലിയ പ്രശ്നമാണ്. ആ വലിയ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് സഭ തുടങ്ങിയത്. ഇന്നിപ്പോ രീതി മാറി, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഈ അൽമായൻ എന്താ ഈ പിച്ചപാത്രം എടുത്ത് നടക്കുന്നത്? നമ്മളെന്തിനാ ജോലി ചെയ്യുന്നത്? നമ്മളെന്തിനാ ബിസിനസ് ചെയ്യുന്നത്? വല്ലവൻ്റെയും പോക്കറ്റിലുള്ള സാധനം നമ്മളെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ജപ്തിയും കടബാധ്യമായിട്ടിരിക്കുന്നത്. നമ്മുടെ വിളി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ജോലിയില്ല, നമുക്ക് ബിസിനസ് ഇല്ല, നമുക്കെല്ലാവർക്കും ശുശ്രൂഷകളേ ഉള്ളൂ. ഏദൻ തോട്ടം എന്തിനെ ഏൽപ്പിച്ചത്? ശുശ്രൂഷിക്കുവാൻ. നമുക്ക് ശുശ്രൂഷയുള്ളൂ. നീ ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, ഡ്രൈവർ ആയിരിക്കാം, പ്യൂണായിരിക്കാം, അടിച്ചു വാരുന്നവനായിരിക്കാം, ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് നമ്മൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ചെയ്താൽ മതി. ഇത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ല നിങ്ങളുടെ വരുമാനം നിശ്ചയിക്കുന്നത്. അതായത് മറ്റുള്ള മനുഷ്യർക്ക് സേവനം ചെയ്യുമ്പോൾ സേവനത്തിന് ഒറ്റ രക്ഷയുള്ളൂ, അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവരോട് കരുണ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേവനം ചെയ്യണം. ദൈവത്തിൻ്റെ കാരുണ്യം ഈ ലോകത്തിൽ കൊടുക്കണം. ഇതാണ് നമ്മുടെ സേവനം എന്ന് പറയുന്നത്. അപ്പോൾ ആ കരുണ നമ്മൾ ചെയ്യുമ്പോൾ, ആ പ്രവൃത്തി ചെയ്യുമ്പോൾ, എന്ത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തി നമ്മളെ വിശുദ്ധീകരിക്കണം. ഇതാണ് നമ്മുടെ പ്രവൃത്തിയുടെ ഉദ്യമം. പൈസ ഉണ്ടാക്കലല്ല നമ്മുടെ തൊഴിലിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മളൊന്നും പ്രോഗ്രസ് ചെയ്യാത്തത്. നമ്മളൊന്നും ശ്രേഷ്ഠമായ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സയൻറ്റിസ്റ്റുമാരൊന്നും വരുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ പണം മാത്രമേ താല്പര്യമുള്ളൂ. പണവും കുറേ സുഖ താല്പര്യങ്ങൾ ഇത് കിട്ടിയാൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. അതേസമയം നമ്മളെ ദൈവം ഒരു ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ ഇനി ഒരു തൂപ്പുകാരനായിട്ടോ ഒരു പ്യൂണായിട്ടോ, ചില പ്യൂണായ മതി, ആ പ്യൂൺ പ്രവൃത്തി നമ്മൾ ദൈവഹിതപ്രകാരം ചെയ്താൽ അത് നമ്മളെ വിശുദ്ധീകരിക്കും. ആ വിശുദ്ധീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ അതിസ്വാഭാവികമായ കഴിവുകളും കൃപകളും ഉണ്ടാവും. നമ്മളിൽ പരിശുദ്ധാത്മ അതിസ്വാഭാവികമായി പ്രവർത്തിക്കാൻ തുടങ്ങും. അത് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കത്തിൽ പ്യൂണായിട്ടായിരിക്കും കയറിയിരിക്കും, മണിയടിക്കലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഈ ജ്ഞാനവും ബുദ്ധിയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെന്നിട്ട് പറയാണ്, PTA ഇതുണ്ട്, എന്ത് PTA, പാരന്റ് ടീച്ചർ ഇതുണ്ട്, അതിൽ നിങ്ങളും അതിനകത്ത് ചെല്ലാണ് പറയണത്, പ്രിയ മാതാപിതാക്കന്മാരെ, ഇങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ പിള്ളേരെ വളർത്തേണ്ടത്, ഇങ്ങനെയല്ല സ്കൂൾ നടത്തേണ്ടത്, ഇതല്ല വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം. നിങ്ങൾക്ക് ആ ജ്ഞാനം കിട്ടിക്കുക. നിങ്ങൾ പറയുമ്പോൾ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ വരെ ഇയാളെ ഇതിന്റെ പ്രസിഡന്റ് ആക്കാൻ പറയും. കാരണം യു ആർ സ്പീക്കിംഗ് വേർഡ്സ് ഓഫ് വിസ്ഡം. ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. അങ്ങനെ കിടന്നിരുന്നൊരു മകനുണ്ട്, ഈജിപ്തിലെ ജയിലറയിൽ കിടന്നിരുന്ന ഒരു മകൻ, ജോസഫ് എന്നവന്റെ പേര്. അവൻ വന്ന് ഫറവയോട് സംസാരിച്ച ഫറവ പറയാ, കൊള്ളാല്ല ഇവനെ നമുക്ക് പ്രധാനമന്ത്രിയാക്കണം. കാരണം അവനാണ് ആ കാലത്ത് നേരിടാൻ പോകുന്ന വലിയ പ്രശ്നത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുക, അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. രാജാവ് ഇനി 5 വർഷം, ഇത് കഴിഞ്ഞാൽ 5 വർഷം ക്ഷാമം വരാൻ പോകണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ നാട്ടിലുള്ള എല്ലാവരെയും കൃഷിസ്ഥലങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ ശേഖരിച്ച് വെക്കണം. അടുത്ത 5 വർഷം ശേഖരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് വരൾച്ച വരാൻ പോവാണ്. ഇത് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും രാജാവ് പറഞ്ഞു, കൊള്ളാം, എടാ നീ മാത്രം ഭരിച്ചാൽ മതി നമ്മുടെ രാജ്യം. അങ്ങനെ ജയിലിൽ കിടന്നവൻ പ്രധാനമന്ത്രിയായി. എന്താ കാരണം? വിസ്ഡം. മനസ്സിലായോ? ഈ ജ്ഞാനമാണ് വേണ്ടത്.
നമുക്ക് ഈ ലോകത്തിലെ ഏതൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കുന്നുവോ അതനുസരിച്ചാണ് നിങ്ങളുടെ വരുമാനം. അല്ലാതെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടല്ല, നിങ്ങളുടെ കഴിവനുസരിച്ചിട്ടല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ടല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടല്ല. എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണെങ്കിൽ എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകാൻ പറ്റില്ല. കാരണം എലോൺ മസ്കിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അപ്പുറത്തുണ്ട്, അവരല്ല സമ്പന്നര്. വിദ്യാഭ്യാസം അനുസരിച്ചിട്ടാണെങ്കിൽ എലോൺ മസ്കും ജെഫ് ബെസോസും ലോകത്തിലെ 1-2 സമ്പന്നന്മാരാകാൻ പറ്റില്ല. കാരണം അവർക്ക് യാതൊരു വിദ്യാഭ്യാസവും ഇല്ല. ഡിഗ്രിക്ക് പോയിട്ട് കോളേജ് ഇട്ടിട്ട് ഇറങ്ങി പോകുന്ന ആൾക്കാരാണ്. അപ്പൊ വിദ്യാഭ്യാസമല്ല സമ്പത്ത് നേടിത്തരുന്നത്, ഹാർഡ് വർക്ക് അല്ല. ഹാർഡ് വർക്ക് ആണെങ്കിൽ രാവിലെ ഇപ്പം നമ്മുടെ പിള്ളേർക്ക് എന്തോരം ഹാർഡ് വർക്ക്. ഞാൻ രാവിലെ 11 തൊട്ട് രാത്രി 11 വരെ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ വർക്കിംഗ് ടൈമാണ്. അവരായിരിക്കണം കൂടുതൽ സമ്പത്തുണ്ടാര്, അവർക്കല്ല. പിന്നെ ആർക്കാണ്? ഈ ലോകത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരെന്ന് നിങ്ങൾക്കറിയോ? സോളമനായിരുന്നു. സോളമന്റെ പ്രത്യേകത എന്താ? സോളമന്റെ ജ്ഞാനം കാണാൻ വേണ്ടി ലോകത്തുള്ള ആൾക്കാർ വരുമായിരുന്നു സോളമന്റെ കൊട്ടാരത്തിൽ. സോളമൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കാണാൻ അതിസ്വാഭാവിക ജ്ഞാനമുണ്ടായിരുന്നു. അതിലൊരു ഫേമസ് കഥ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടോ? 2 വിധവകൾ, അവർ 2 കുഞ്ഞുങ്ങളുണ്ടായി. ഒരു തള്ള ഒരു കുഞ്ഞിനെ മേൽ കിടന്നിട്ട് ആ കുഞ്ഞ് മരിച്ചുപോയി. അവരുടെ കുഞ്ഞ് മരിച്ചുപോയി. രാവിലെ ആയപ്പോൾ ഇത് അറിഞ്ഞിട്ട് ആ സ്ത്രീ എന്ത് ചെയ്തു? മരിച്ച കുഞ്ഞിനെ മറ്റേ സ്ത്രീൻ്റെ അപ്പുറത്ത് കൊടുത്തു. ആ കുഞ്ഞിൻ്റെ ഇവളുടെ അടുത്ത് കിടത്തി. ഈ അമ്മ രാവിലെ എഴുന്നേറ്റപ്പോൾ തൻ്റെ കൊച്ചു മരിച്ചു കിടക്കുന്ന കാണണം. അപ്പം നോക്കിയപ്പോൾ ഇതെൻ്റെ കൊച്ചല്ലല്ല, ചെറിയ കുഞ്ഞാ. അവൾ കരഞ്ഞു, ഇതാണ് എൻ്റെ കൊച്ച്. അവൾ പറയേ ഇതെൻ്റെ കൊച്ച, ഇത് നിൻ്റെ കൊച്ച, നീ എൻ്റെ മേളിൽ കിടക്കണമെന്ന് ചത്തുപോയെന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നമായ ഒച്ചപ്പാടായി. കൊട്ടാരത്തിലെത്തി, രാജാവിൻ്റെ അടുത്തെത്തി. സോളമൻ്റെ മുമ്പിൽ 2 പേരും പറയാണ് ഇതെൻ്റെ കൊച്ചാണ്. അവർ അയ്യോ ഞാനാണ് ഇതിനെ പ്രസവിച്ചത്. 2 പേരും ഒച്ചപ്പാട്. സോളമൻ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് 2 പേരും. ആ ഒരു കാര്യം ചെയ്യേ, 2 പേരും സമ്മതിക്കുന്നില്ല അല്ലേ? ഒരു കാര്യം ചെയ്യേ, ഒരു വാളും കൊണ്ടുവന്നേ, 2 പീസാക്കി അങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു ഓക്കെ. അപ്പോൾ സോളമൻ ചോദിച്ചു എങ്ങനെയുണ്ട്, പോരെ? വെരി ഗുഡ്, നല്ല ഐഡിയ. അപ്പോൾ മറ്റേ സ്ത്രീ പറയാ വേണ്ട, കൊടുത്തോ, അതിനെ കൊടുത്തോ, എനിക്ക് വേണ്ട. സോളമന് കാര്യം വേണ്ടി ഏതാ ഒറിജിനൽ? ദിസ് ഇസ് കോൾഡ് വിസ്ഡം. ക്രിസ്ത്യാനിയുടെ മക്കളെ, നിനക്ക് വേണ്ടത് വിദ്യാഭ്യാസം അല്ല, നിനക്ക് വേണ്ട എക്സ്പീരിയൻസ് അല്ല, നിനക്ക് കഴിവല്ല വേണ്ടത്, നിനക്ക് ക്വാളിഫിക്കേഷൻ അല്ല വേണ്ടത്, നിനക്ക് വേണ്ടത് ദൈവിക ജ്ഞാനമാണ് വേണ്ടത്. അതെവിടുന്ന് കിട്ടും? ദിസ് ഈസ് ദ ബുക്ക് ഓഫ് വിസ്ഡം. ബാറൂഖിന്റെ പുസ്തകം. ജ്ഞാനം എന്താണ്? കർത്താവിന്റെ നിയമത്തിന്റെ പൂർത്തീകരണമാണ് ജ്ഞാനം. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് ജ്ഞാനം ലഭിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇപ്പോഴും പഠിക്കടാ, ചാടടാ, ഓടടാ, ആ കോഴ്സ് പഠിക്കടാ, ഈ കോഴ്സ് പഠിക്കടാ. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു ലെവലെത്താൻ പറ്റുന്ന ഒരെണ്ണത്തിനെ കാണിച്ചു തരാവോ? ഒന്നുമില്ല. അനേക നാളുകൾക്ക് ശേഷം 2 ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടു ടോപ്പ് പൊസിഷനിലിരിക്കുന്നത്. ഞങ്ങൾ മിനിസ്ട്രിക്ക് വേണ്ടി ഒരു വണ്ടി എടുത്തു, മഹീന്ദ്ര സ്കോർപിയോ. നമ്മൾ ഈ ഓൾ ഇന്ത്യ മുഴുവൻ കറങ്ങുന്നില്ല. ഒരു ദിവസം ഞങ്ങൾ നോർത്ത് ഈസ്റ്റിലെത്തി, മണിപ്പൂരിലോ മിസോറാമിലെത്തി. അതിൻ്റെ ഓൾട്ടർനേറ്റർ അടിച്ചുപോയി, വണ്ടി പോകുന്നില്ല. ഉടനെ ഞങ്ങൾ ഗോവയിലൊരു അച്ഛനെ പരിചയമുണ്ട്. ഞങ്ങൾ ആ ഗോവ വഴിയാണ് പോകുന്നത്. അപ്പോൾ ആ ആശ്രമത്തിൽ അച്ഛൻ പറഞ്ഞ് എൻ്റെ 2 കസിൻസ് മഹീന്ദ്രയിലുണ്ട്, അവരെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കേട്ട്. എൻ്റെ കസിൻസ് മഹീന്ദ്ര വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ അച്ഛനെ വിളിച്ചു. അച്ഛൻ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ കിടക്കുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അതിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ആ അച്ഛൻ വിളിച്ചിട്ട് ആരാന്നറിയോ? ഒരു ഭാര്യയും ഭർത്താവുമാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന മഹീന്ദ്ര ഉണ്ടല്ലോ, അതിൻ്റെ ഡിസൈൻ ഒരു സ്ത്രീയാ, അതിൻ്റെ എൻജിൻ ഡിസൈൻ ചെയ്തൊരു പുരുഷനാ. ഇവർ 2 പേരാണ് മഹീന്ദ്ര ടോപ്പ് ഒഫീഷ്യൽസ്. 2 ക്രിസ്ത്യാനികളാ, ഗോവൻസാ, ടോപ്പ് പൊസിഷൻ ഇൻ ഇന്ത്യ. വിളിച്ചിട്ട് 24 മണിക്കൂർ ഫ്ലൈറ്റിൽ സാധനം അവിടെ എത്തിച്ചു. ഞാൻ സാധനം എത്തിച്ച കാര്യം പറയല്ല, ഈ 2 ക്രിസ്ത്യാനികളാണ് ഇന്ന് നമ്മൾ കാണുന്ന മഹീന്ദ്ര ഈ ലെവലിലേക്ക് എത്തിച്ച്. മഹീന്ദ്ര ഡിസൈൻ മുഴുവൻ മാറ്റി, അതാ സ്ത്രീയുടെ ഡിസൈനാണ്. 2 മഹീന്ദ്രയുടെ എഞ്ചിൻ, ആ സൂപ്പർ എഞ്ചിനാണ് ഇന്ന് മഹീന്ദ്രയുടെ എഞ്ചിൻസ് അല്ല. ഒരു M-HOK എന്ന് പറയുന്ന എഞ്ചിനുണ്ട്, ബ്യൂട്ടിഫുൾ എഞ്ചിൻ. ആ എഞ്ചിൻ്റെ ഡിസൈനും ഇയാളാണ്. അതിനുശേഷം ഒരാളെ ഞാൻ അമേരിക്ക പോയി, എൻ്റെ കസിൻ തന്നെയാണ്, വളരെ ശാന്തമായൊരു സ്ത്രീയാണ്. അപ്പോൾ എനിക്കറിയത്തില്ല. ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഡിന്നർ, അവരുടെ വീട്ടിൽ ഡിന്നർ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി എന്താ എടുക്കുന്നത്? ഞാൻ മൈക്രോസോഫ്റ്റിൻ്റെ CEO ആണ്. എന്ത്? എങ്ങനെ? ടോപ്പ് പൊസിഷൻ. എന്താ കാര്യം എന്നറിയോ? തികഞ്ഞ ഭക്തയാണ്, കർത്താവിൻ്റെ ദാസിയാണ്. പ്രിയ മക്കളെ, സഹോദരങ്ങളെ തിരിച്ചറിയുക, ഈ വെളിച്ചമൊക്കെ മനസ്സിലാക്കുക. സാത്താൻ നമ്മളോട് പറഞ്ഞു
എന്തൊക്കെയോ നേടുന്നത് വഴി, വിദ്യാഭ്യാസം നേടുന്നത് വഴി, സമ്പത്ത് നേടുന്ന വഴി, സ്ഥാനമാനങ്ങൾ നേടുന്നത് വഴി നിങ്ങളുടെ ജീവിതം ധന്യമാകും. ഇല്ല. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്കുള്ളത് നഷ്ടപ്പെടുത്തുന്നത് വഴിയാണ് നിങ്ങൾ നേടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുക്കുന്നത് വഴിയാണ് നിങ്ങൾ നേടുന്നത്. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ബൈബിളില് കുറച്ച് കഥകളുണ്ട്. ഒന്ന് രാജാക്കാരൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം, ഒരു വിധവയുടെ കഥയാണ്. ഏലിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ വലിയ വരൾച്ച, 3.5 വർഷം വരൾച്ചയാണ്. 3.5 വർഷം വരൾച്ച കഴിഞ്ഞപ്പോൾ എല്ലാം ഉറങ്ങി പോയി. ഭയങ്കര പട്ടിണി, ദാരിദ്ര്യമാണ്. അപ്പോൾ ഏലിയായ്ക്കൊരു ഹിറത്ത് നദിയിൽ, ഒരു നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നു. കാക്കയുടെ വായിൽ വെച്ച് ദൈവം അപ്പോ ഇറച്ചിയും കൊടുത്ത് കഴിച്ചിട്ട് അവസാനം നദി വറ്റിപ്പോയി. അപ്പോൾ ഏലിയ വെച്ച് ഇനി എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ സറേഫത്തിലേക്ക് പോവുക, നിനക്ക് വേണ്ട കാര്യം ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചു. അവിടെ ഒരു വിധവയുണ്ട്, അവളെ പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഏലിയ വിഷമിച്ച് അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ വിധവയ്ക്ക് ഒരു മകനുണ്ട്. അവർ അപ്പം ഉണ്ടാക്കാൻ പോവാ. അപ്പോൾ ഏലിയ പറഞ്ഞ്, ഞാൻ കുറേ നാളുടെ വിശന്നിരിക്കുക, ഞാൻ ദൈവത്തിൻ്റെ പുരുഷനാണ്, ഞാൻ പ്രവാചകനാണ്, എനിക്കൊരു അപ്പം തരുമെന്ന് വെച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ പ്രവാചക, എനിക്കും എൻ്റെ മകനും ഒരപ്പം ഉണ്ടാക്കാൻ, 2 അപ്പം ഉണ്ടാക്കാനുള്ള മാവേ കലത്തിലുള്ളൂ. ഇത് കഴിച്ച് ഞങ്ങൾ നാളെ മരിക്കാൻ പോവാ. അതിൻ്റെ ഇടയിൽ സാറിനൊരു തരാനുള്ള എൻ്റെ ഇല്ല. അപ്പോൾ ഏലിയ ഒരു കാര്യം പറഞ്ഞു, സ്ത്രീയെ, ആദ്യം അതിൽ നിന്ന് ഒരപ്പം ഉണ്ടാക്കി എനിക്ക് തരിക, ഒരു ഗ്ലാസ് വെള്ളം തരിക. പിന്നെ ആയുഷ്കാലത്തിലൊരിക്കലും നിന്റെ കലത്തിലെ മാവ് പറ്റിപ്പോവില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ആ സ്ത്രീ അതനുസരിച്ച് ചെയ്തു. പിന്നീട് ഒരിക്കലും, വചനം പറയാം, പിന്നീട് ഒരിക്കലും അവളുടെ മാവ് കുഴയ്ക്കുന്ന കലം പറ്റിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിക്ക് സമ്പത്ത് തരുന്ന ദൈവമാണ്. അല്ലാണ്ട് നമ്മൾ ഈ കാളനെ, പശുവിനെ പോലെ 18 മണിക്കൂർ 24 മണിക്കൂർ പണിയെടുത്തിട്ടല്ല. അതുകൊണ്ടാണ് ദൈവം പറയണത്, നമ്മൾ വായിച്ചു നിയമാവർത്തന പുസ്തകം, നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം, നിങ്ങൾ നനച്ചിട്ടില്ലാത്ത ഒലിവ് തോട്ടം, നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ, നിങ്ങൾ വിശിഷ്ട വസ്തുക്കൾ നിറയ്ക്കാത്ത ഭവനം ഞാൻ നിങ്ങൾക്ക് തരും. ഇറ്റ് ഈസ് ഫേവർ. ദൈവമാ തരുന്നത്. എന്നാൽ ആദ്യ പാപത്തിൻ്റെ ഫലമായി നമുക്ക് ഉണ്ടായ ഒരു പ്രശ്നമാണ്, നമ്മൾ ദൈവ ആശ്രയം, ദൈവ പരിപാലനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് മനുഷ്യൻ സ്വയം ദൈവമാകാൻ തീരുമാനിച്ചു. ഇന്ന് നമ്മൾ തന്നെയാണ് നമ്മുടെ സമ്പത്തുണ്ടാക്കാനായിട്ട് പണിയെടുത്തോണ്ടിരിക്കുക. അത് ആദ്യ പാപത്തിൻ്റെ ഫലമാണ്. നമുക്ക് സമ്പത്തുണ്ടാക്കേണ്ടത് നമ്മൾ പണിയെടുത്തിട്ടല്ല. നമുക്കൊരു പണിയേ ഉള്ളൂ. എന്താണ്? നമ്മുടെ സഹോദരൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കണം. ആത്മഭൗതിക രക്ഷ, അതിനാണ് കാരുണ്യ പ്രവൃത്തി എന്ന് പറയും. സേവനമാണ് നമുക്കുള്ളത്. നമ്മൾ ഈ സഭയെ, സമൂഹത്തെ, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തെ ശുശ്രൂഷിക്കുമ്പോൾ നിനക്ക് വേണ്ടത് സ്വർഗം തരും. പ്രൈസ് ദി ലോർഡ്. പോരാ. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വേറൊരു വിധവയുടെ കഥയുണ്ട്. ആ വിധവയുടെ കുഞ്ഞിനെ ജപ്തി ചെയ്യാൻ പോവാ. ഭർത്താവ് കടമെടുത്തിട്ട് പൈസ തിരിച്ചു കൊടുക്കാതെ ആയപ്പം ആൾക്കാർ പണ്ട് കാലത്ത് മക്കളെ ജപ്തി ചെയ്യും. അങ്ങനെ ജപ്തി ചെയ്യാനായപ്പോൾ വിധവ എലീശ പ്രവാചകനെടുത്ത് പറയും, എൻ്റെ മകനെ കൊണ്ടുപോകാൻ പോവാണ് പ്രവാചക, എന്തേലും ചെയ്യണം. പ്രവാചകൻ വന്ന് ചോദിച്ചു, വീട്ടിൽ എന്തുണ്ട്? വീട്ടിലൊന്നുമില്ല, പട്ടിണിയാ, ഒന്ന് പോയി തപ്പി നോക്ക്, എല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അവൾ പോയിട്ട് പറഞ്ഞു, അടുക്കളയിൽ ഒരു ഇത്തിരി എണ്ണ ഉണ്ടെന്ന് പറഞ്ഞു. ആ മതി, അത് കൊണ്ടുപോവാ. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യ്, അടുത്തുള്ള വീട്ടിലെ എല്ലാ പാത്രങ്ങളും മേടിച്ചോളാൻ പറഞ്ഞു. എന്തെല്ലാം പാത്രം കിട്ടുമോ അതെല്ലാം മേടിച്ചു. അവൾ വീട്ടിൽ പോയി അടുത്ത അയൽവക്കത്തുള്ള എല്ലാ വീട്ടിൽ കയറി കഴിയാവുന്നത്ര പാത്രം മേടിച്ചോണ്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്ത് ഇതങ്ങോട്ട് ഒഴിച്ചോളാൻ പറഞ്ഞു. ഒഴിച്ചൊഴിച്ച് പാത്രങ്ങൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞോണ്ടിരിക്കുക. പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പം ആ സ്ത്രീ പറഞ്ഞു, ഇനി പാത്രമൊന്നും ഇല്ല പ്രവാചക, ഫുള്ളായി. ദൈവമാ തരുന്നത്. ഈ സത്യം മനസ്സിലാക്കണം. പാപത്തിൽ അധപ്പതിച്ചു പോയ മനുഷ്യർക്ക് ഈ സാധനമില്ല. നമ്മളിപ്പോഴും മാടുപണിയാ. നീ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ ചെയ്താൽ മതി, നിനക്ക് വേണ്ടി ദൈവം പ്രൊവൈഡ് ചെയ്യും. നീ സ്വപ്നം കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം തരും. ബൈബിളിൽ അനേകം സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? പത്രോസും യോഹന്നാനും മീൻ പിടിക്കാൻ പോയി. എല്ലാം കിട്ടിയാ? ഒന്നും കിട്ടിയില്ല. യേശു പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിന്റെ വഞ്ചി എനിക്കിതാ. എന്തിനാണ് സാറേ? എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാൻ. എന്നാ എടുത്തോ. കുറച്ച് സുവിശേഷം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, അട്ടുച്ചയ്ക്കാ സുവിശേഷം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു എല്ലാവരും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. എന്ത് പറ്റി? മീനൊന്നും കിട്ടിയില്ല? ഇല്ല സാർ, ഇന്നലെ രാത്രി മുഴുവൻ കഴിഞ്ഞിട്ടൊന്നും കിട്ടിയില്ല. ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തിട്ടോളാം. അവിടേക്ക് ഇന്നലെ കുറെ ഇട്ടതാ, ഒന്ന് ഇടറോ. അവിടെ ഇട്ടതാ സാറേ, ഒന്ന് ഇടറോ. ആ, മര്യാദയ്ക്ക് പറഞ്ഞാൽ പോയി. പത്രോസ് ഇട്ട്.
ഇട്ട് കഴിഞ്ഞ് പൊക്കിയപ്പോൾ പത്രോസ് വല പൊങ്ങുന്നില്ല. അപ്പം യോഹന ഇതിയാൻ ഈ വല ഉടക്കിയെന്നാണ്, ഇയാൾ എന്നെങ്കിലും മീൻ കിട്ടിയിട്ടുണ്ടത്, താൻ ഈ പൊട്ടൻ പറഞ്ഞ് കേട്ടിട്ട് വലയിടേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചു. പത്രോസ് എടാ ഒരു അബദ്ധം പറ്റിപ്പോയി, അയാൾ പറഞ്ഞപ്പോൾ പിന്നെ ഇട്ടുപോയത് വലിയല്ലേ മോശമല്ലേ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഉടക്കിയിട്ടൊന്നുമില്ല, പൊക്കിക്കോ എന്ന് പറഞ്ഞു. പൊങ്ങുന്നില്ല സാർ, ഇവിടെ ഒന്ന് വലിക്കടോ, യോഹന്നാനെ പിടിച്ചു കൊടുക്കണോ എന്ന് പറഞ്ഞു. യോഹന്നാനെ പിടിച്ചപ്പോൾ പൊങ്ങി. ഒരു പടച്ചിൽ, എടാ ഇതിനകത്ത് മീൻ. അവർ പൊക്കി വന്നപ്പോൾ ഉണ്ടല്ല, ഇവരെ വഞ്ചി നിറഞ്ഞ് പിന്നെയും ബാക്കി വാടത്തെടുക്കുന്ന 3 വഞ്ചി നിറച്ചിട്ടാണ് വീട്ടിൽ പോയത്. പ്രൈസ് ദി ലോർഡ്. പോരാ ക്രിസ്ത്യാനി, ധനികനായ പിതാവിന്റെ ധൂർത്തപുത്ര, തവിട് തപ്പി കിടക്കുന്ന ക്രിസ്ത്യാനി, പിണ്ണാക്ക് തപ്പി കിടക്കുന്ന ക്രിസ്ത്യാനി, നാണമില്ലേ നിനക്ക്? വീട്ടിൽ കൊഴുത്ത കാളക്കുട്ടിയും എല്ലാ സാധനം ഇരിക്കുക, തപ്പി നടക്കുക, നമ്മുടെ മക്കളെ തണ്ടാൻ പഠിപ്പിക്കുക. എവിടെയാ ജോലി? ഇൻഫോസിസ്. അങ്ങനെന്താ ജോലി? മൈക്രോസോഫ്റ്റ്. എത്ര മണിക്കൂറാവോ ജോലി? 14 മണിക്കൂർ. ശമ്പളം എത്രയാ? 25,000 രൂപ. 14 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരിക. യുവതി യുവാക്കന്മാരെ, surrender your life to Jesus. He will give you the creative genius. പരിശുദ്ധാത്മാവിൽ നിറയണം നമ്മുടെ മക്കള്. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയാ മാതാപിതാക്കൾ പ്രാർത്ഥിക്കേണ്ടത്. ദിവസവും പ്രാർത്ഥിക്കണം, മുട്ടെന്ന് പ്രാർത്ഥിക്കണം, കൈവച്ച് പ്രാർത്ഥിക്കണം. എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് വരുമോ? ഇല്ല. കാരണം എന്താ? നിങ്ങളും പരിശുദ്ധാത്മായിട്ടൊരു ബന്ധമില്ല. അപ്പൊ ഈ അടിസ്ഥാനപരമായതിലേക്ക് വരണം. അപ്പൊ 2 രീതിയാ സമ്പത്തുണ്ടാകും. ഒന്ന് ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക, ദൈവഹിതം നിറവേറ്റണം. 2 കിട്ടുന്ന സമ്പത്ത് പങ്കുവെക്കണം. The measure you give is the measure you receive. ലൂക്ക 6:38 പറയാണ്, നിങ്ങൾ കൊടുക്കുന്ന അളവിലാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് ഇല്ലേ, അളവ് കുറഞ്ഞു പോയി. അമർത്തി കുലുക്കി നിറഞ്ഞ് കവിഞ്ഞിട്ട് തരും ദൈവം. അപ്പൊ അതുകൊണ്ട് ലാവിഷായിട്ട് കൊടുക്കണം. പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് എങ്ങനെ കൊടുക്കണം. 2 കൊരിന്ത്യർ 8:9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ട് നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാക്കാൻ വേണ്ടി മറ്റുള്ളവരെ സമ്പന്നരാക്കുവാൻ കൊടുക്കുക. അപ്പോഴാണ് ദൈവം നിനക്ക് തരുന്നത്. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് അടിച്ചു മാറ്റിയിട്ട് സ്വയം സമ്പന്നരാകാൻ ശ്രമിക്കുന്നതിന്റെ കൂടെ ദൈവം ഉണ്ടാവില്ല. അത് കൊടുത്ത് അവസാനം ജപ്തിയിലെത്തും, കടത്തിലെത്തും, പട്ടിണിയിലെത്തും. എന്നാൽ മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് നിനക്ക് ദൈവം സമ്പത്ത് തന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സമ്പത്ത് നീ എത്ര ഉത്തരവാദിത്വത്തോടെ നിന്റെ സഹോദരങ്ങളായിട്ട് പങ്കുവെക്കുന്നുവോ അതനുസരിച്ച് സ്വർഗം നിന്റെ മുമ്പിൽ തുറന്നിരിക്കും. ഈ എലോൺ മസ്കും ജെഫ് ബെസോസും ബിൽ ഗേറ്റ്സ്, വാറൻ ബഫറ്റ്, ഇവരുടെ കയ്യിലൊക്കെ എത്ര സമ്പത്ത് വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഈ മാർക്ക് സക്കർബർഗ് എന്ന ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടാ? ഫേസ്ബുക്കിന്റെ CEO ആണ്. അയാൾക്കൊരു കുട്ടി ഉണ്ടായി, ആദ്യത്തെ കൊച്ച്. അയാളൊരു കാരുണ്യ പ്രവൃത്തി ചെയ്തു. എത്രയാണെന്നറിയോ കൊടുത്തത്? $3,999 ലക്ഷം. എലോൺ മസ്ക് എത്രയാ കൊടുക്കുന്നറിയോ? 90% ഓഫ് ഹിസ് വെൽത്ത്. ഒന്നും വേണ്ട. രത്തൻ ടാറ്റ കണ്ടിട്ടുണ്ടോ ഇന്ത്യയിലെ? ടാറ്റ എത്ര കൊടുക്കുന്നറിയോ? 68% of his profit gives to charity. ക്രിസ്ത്യാനി നീ എത്ര കൊടുക്കുന്ന അറിയോ? Less than 1%. അപ്പൊ ഇവർക്ക് ദൈവം സമ്പത്ത് കൊടുക്കുവോ നിനക്ക് തരുവോ? ആലോചിക്കുക. ഒരു ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും സമ്പത്ത് കൊടുത്താൽ മക്കളുടെ പേരിൽ, കൊച്ചുമക്കളുടെ പേരിൽ, ആരാൻ പോകുന്ന തലമുറയുടെ പേരിൽ ഡെപ്പോസിറ്റ് ഇടും. മാർക്ക് സക്കർബർഗിന് സമ്പത്ത് കൊടുത്താൽ ലോകത്തിലെ എല്ലാ പാവപ്പെട്ടവർക്കും അത് ലഭിക്കും. എലോൺ മസ്കിന് സമ്പത്ത് കൊടുത്താൽ ലോകത്തിലെ എല്ലാ പാവപ്പെട്ടവർക്കും ലഭിക്കും. അപ്പൊ ദൈവം തമ്പുരാൻ നോക്കുമ്പോൾ ആർക്കാ കൊടുക്കണം നല്ലത്? ടാറ്റയ്ക്ക്, രത്തൻ ടാറ്റയ്ക്ക് കൊടുത്താൽ അയാളും കൊടുക്കും. യൂസഫ് അലിക്ക് കൊടുത്താൽ അയാളും കൊടുക്കും. കുറെ ആൾക്കാർക്ക് ചാണ്ടിക്കും തൊമ്മനും കൊടുത്താൽ അത് മക്കളുടെ ഡെപ്പോസിറ്റിലേക്ക് പോകും. പിടികിട്ടണ്ട. പൗലോസ് ശ്ലീഹ പറയാണ് 2 കൊരിന്ത്യർ 9:6, സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്സത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട
എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന്, ക്രിസ്ത്യാനികളായിരിക്കണം ലോകത്തിലെ ഏറ്റവും ഔദാര്യമുള്ളവർ, വാരിക്കൊടുക്കുന്നവർ നമ്മളായിരിക്കണം. നിങ്ങൾ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിഗണിക്കുകയും ചെയ്യും. ദൈവം സമ്പത്ത് തരുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്: മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പാപങ്ങളോട് കാരുണ്യം കാണിക്കാനും. അങ്ങനെ നിങ്ങൾ സ്വർഗത്തിൽ സമ്പാദ്യം നേടണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെയല്ല സമ്പത്ത് ക്രിസ്ത്യാനി നേടേണ്ടത്. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും. സമൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും, നിങ്ങൾക്ക് 10 കുട്ടികളുണ്ടോ, 20 കുട്ടികളുണ്ടോ, 40 കുട്ടികളുണ്ടോ, അത്രയും കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമൃദ്ധി, സാമ്പത്തിക ഭദ്രത, അതാണ് സമൃദ്ധി. അല്ലാതെ എനിക്ക് 5000 കോടി രൂപ ഉണ്ടായിട്ട് കാര്യമില്ല, എൻ്റെ 2 മക്കളുടെ കാര്യങ്ങൾ ശരിയാക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയെ നിർവഹിക്കാൻ വേണ്ട സാമ്പത്തിക, സാമൂഹിക എല്ലാ കൃപാവരങ്ങളുടെ നിറവിന് പറയുന്ന പേരാണ് സമൃദ്ധി. ഈ സമൃദ്ധി ദൈവം തന്നിരിക്കും. നമുക്ക് അതിൻ്റെ കൂടെ ആവശ്യമില്ല, അതിൽ കൂടുതൽ ആവശ്യമില്ല. നമുക്കൊരു പരിധി കൂടി സമ്പത്ത് ആവശ്യമില്ല. ഒരു പരിധി കൂടി സമ്പത്ത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ അലസന്മാരായിരിക്കും, ഗ്യാരണ്ടീഡ്. അല്ലെങ്കിൽ ഉഴപ്പന്മാരായിരിക്കും, ഗ്യാരണ്ടീഡാണ്. ഇല്ലെങ്കിൽ അവർ നിങ്ങളോട് ശണ്ട പിടിക്കും. എന്തിനാണെന്നറിയോ? ഇത്രയും പൈസ ഉണ്ടായിട്ട് തന്നപ്പടി ഒന്നും തരുന്നില്ല, ദുഷ്ടനാന്ന് പറഞ്ഞാൽ വീട് വിട്ടിറങ്ങി പോകും. ഈ 3 കാര്യങ്ങൾ സംഭവിക്കാത്ത ഏതെങ്കിലും കുടുംബം ഉണ്ട് എൻ്റെ അടുത്ത് വരിക, നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ തരാം. അതുകൊണ്ടാണ് ദൈവം പറയണത്, കുടുംബത്തിന് ആവശ്യമുള്ള സാധനം മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളതിന് സഹോദരനായിട്ട് പങ്കുവെക്കണം. അങ്ങനെ നീ കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ മക്കൾ ഉത്തരവാദിത്തമുള്ളവരായി മാറും. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, വാറൻ ബഫറ്റ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മനുഷ്യനാണ്. 4ാമത്തെ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അദ്ദേഹം നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ് ഷെയറുകളിൽ. ഒരു ദിവസം അയാൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഫോർഡ് കമ്പനി അയാൾ ഏതാണ്ട് $5000 കോടി അയാൾ ഇൻവെസ്റ്റ് ചെയ്തു. 2 കോടികളാണ്, 50 മില്യൺ ഏതാണ്ട്. ഫോർഡ് കമ്പനി ഇങ്ങനെ പൊളിഞ്ഞ് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അമേരിക്കയിലെ ഫോർഡ് കമ്പനി. അപ്പൊ ഇയാളുടെ ഭയങ്കര ബുദ്ധിമാനായ ആൾക്കാർ ചോദിക്കും, സാർ താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഒരു മണ്ടൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്? ഇത് നശിച്ചുപോകാൻ പോകുന്ന കമ്പനിയാണ്, ഇതിനകത്ത് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. ഇത്രയും വലിയ എമൗണ്ട് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ അതിശയപ്പെട്ടു പോയി. കാരണം താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് ഞങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. താങ്കൾ ഇങ്ങനത്തെ ഒരു തല്ലിപ്പൊളി കമ്പനി പോയി ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞെന്താ അറിയോ? ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. ഈ ഫോർഡ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് 4000 കുടുംബങ്ങൾ അമേരിക്കയിലുണ്ട്. ഈ കമ്പനി നിന്നുപോയ ഇത്രയും കുടുംബങ്ങൾ പട്ടിണിയാവും. അതുകൊണ്ട് അവർക്കൊരു ചാൻസ് ഞാൻ കൊടുക്കുക. ഐ ഗിവ് യു വൺ മോർ ചാൻസ്, പടുത്തുയർത്തേക്ക് പൊക്കിക്കോളാൻ പറഞ്ഞു. മനസ്സിലായോ? ഇവരൊക്കെ കൊടുക്കണത് കാണണം മക്കളെ. ഇവരൊക്കെ പൈസ ഉണ്ടാകുന്ന വെറുതെ അല്ല. ഇവർക്കല്ലേ അതിശോ ജ്ഞാനം കിട്ടുന്നത് എങ്ങനെ? വെറുതെ കിട്ടണമല്ല. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഉദാരശീലരാകണം. നമുക്ക് പേടിയാ കൊടുക്കാൻ. അത് പാപത്തിന്റെ ഫലമാ, സ്വാർത്ഥത. ഈ സ്വാർത്ഥതയുടെ ഓപ്പോസിറ്റ് എന്താ അറിയോ? നിസ്വാർത്ഥമായിട്ട് കൊടുക്കണം. നിന്റെ കർത്താവ് നിനക്ക് തന്നില്ലേ, ചങ്കും കരളും തരുമ്പോ എല്ലാരും താഴെ നിന്നോ, ഞാൻ മരിക്കാൻ പോവാണ്, 2 ml രക്തം ഇടുന്നതായിരിക്കും, കിട്ടുന്നവൻ ഭാഗ്യവാനാണ് പറഞ്ഞേ? അല്ല, അവന്റെ ചങ്കിൽ അവസാന തുള്ളി രക്തവും സ്നേഹത്തോടെ കൊടുത്തവനാണ്. നിങ്ങളുടെ അപ്പൻ ഔദാര്യമുള്ളവനായിരിക്കും വരെ നിങ്ങളും ഔദാര്യമുള്ളവരായി മാറണം. കൊടുത്തു തുടങ്ങുക. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.